സഖാക്കളെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടതിൻ്റെ വാർഷിക ദിനം വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ വാർഷികത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 59 അട്ടിമറി സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ കേരളം മറികടക്കുന്നു. അന്ന് രൂപം കൊണ്ട അതിവിശാലമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി അത് കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ പ്രഖ്യാപനം തുടർഭരണത്തിലൂടെ നൽകിയ ഒരു സന്ദർഭത്തിലാണ് വിമോചന സമരത്തിൻ്റെ ഈ വാർഷികം വരുന്നത്. വിമോചന സമരത്തിൻ്റെ ഇന്നത്തെ സമകാലീന പ്രസക്തി എന്ത് പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്? 57-59 കേരള സർക്കാർ ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള പേരിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു പ്രവശ്യയെടുത്താൽ ആദ്യത്തേത് സാൻ മരീനോ എന്ന് പറഞ്ഞ് കൊച്ചു മുനിസിപ്പൽ വലിപ്പമുള്ളത്തിലുള്ള രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. എങ്കിലും ഇത്ര ഒരു വലിയൊരു പ്രവിശ്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത് നടാടെയായിരുന്നു. ഇതൊറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് പറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 50കളിൽ ഗോട്ടിമാല, ബ്രിട്ടീഷ് ഗയാന, കോസ്റ്ററിക്ക, കോങ്കോ, ഇറാൻ, ഇതുപോലെ ഒട്ടനവധി രാജ്യങ്ങളിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിതിന് വിളിക്കാം യുദ്ധാനന്തര വിപ്ലവ വേലിയേറ്റം എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഹിറ്റ്ലർക്കെതിരായിട്ട് സഖ്യകക്ഷികൾക്ക് വേണ്ടി അനുകൂലമായൊരു സമീപനം കൈക്കൊണ്ടു. അപ്പോൾ പലയിടത്തും അമേരിക്കയും അല്ലെങ്കിൽ ബ്രിട്ടനും ഒക്കെയായിട്ട് യോജിച്ച് ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത് ശരിയാണ് എന്നുള്ള ചോദ്യം പാർട്ടി അണികളിലടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് നൽകിയ മറുപടിയാണ് ഹിറ്റ്ലറുടെ തോൽവി, ഫാസിസ്റ്റ് ശക്തികളുടെ തോൽവി വിപ്ലവത്തിന് അനുകൂലമായ അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കും. വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന്, വിപ്ലവത്തിന് ലോകത്തുണ്ടാവും. അതിന് വഴിയൊരുക്കും ഈ അടവ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായി തീർന്നു. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒട്ടനവധി രാജ്യങ്ങളിൽ വളരെ പ്രകടമായിട്ടുള്ള ഇടതുപക്ഷ മുന്നേറ്റമുണ്ടായി. ഇതിനെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി തീർന്നു. സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ശീതയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അവികസിത രാജ്യങ്ങൾ, നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഇടതുപക്ഷം വരുന്നത് വിപ്ലവ മുന്നേറ്റത്തിന് സഹായകരമായി തീരും എന്ന് കണ്ടുകൊണ്ട് അവനെയൊക്കെ അട്ടിമറിക്കുന്നതിന് സൈനിക നടപടി, വലിയ പ്രചാരണങ്ങൾ, കാശ് കൊടുത്ത് ആളുകളെ വശത്താക്കൽ, കൊലപാതകങ്ങൾ, ഇതൊക്കെ CIA മറ്റും ലോകത്തെമ്പാടും നടത്തി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സർവ്വ രാജ്യങ്ങളിലെയും ഇടതുപക്ഷ സർക്കാരുകളെ അമേരിക്ക നേരിട്ട് ഇടപെട്ട് അട്ടിമറിച്ചു. അവയൊക്കെ ഓരോന്നിനെയും കുറിച്ചൊന്ന് പുസ്തകങ്ങളും തെളിവുകളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക തന്നെ ഇപ്പോൾ നിഷേധിക്കുന്നില്ല. കേരളം മാത്രം എങ്ങനെ അപവാദമായി തീരുന്നത്? കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാർ വിമോചന സമരത്തിലൂടെ അട്ടിമറിക്കപ്പെട്ടത് ഇന്നും കേരളത്തിലുള്ള ഏതോ ശക്തികളെല്ലാം കൂടി ചേർന്ന് യോജിച്ച് സമരം ചെയ്ത് പുറത്താക്കിയത് എന്നുള്ള മട്ടിലാണ്. അവരൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ അമേരിക്കയും കൂടി ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നു അമേരിക്കയുടെ വേവലാതി? അമേരിക്കയുടെ വേവലാതി ഇന്ന് കേരളമാണെങ്കിൽ നാളെ മറ്റ് സംസ്ഥാനങ്ങൾ, അങ്ങനെ ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ഏഷ്യയിലെ മാറ്റം വരും. ചൈനീസ് വിപ്ലവം കഴിഞ്ഞേ. ഇതിനാണ് ഡോമിനോ സിദ്ധാന്തം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു കരു വീണാൽ തുടർച്ചയായിട്ട് ബാക്കിയുള്ള കരുക്കൾ, ഡോമിനോ കളിയിൽ അങ്ങനെയാണ്, അങ്ങനെ വീഴും. അതുകൊണ്ട് ഡോമിനോ സിദ്ധാന്തപ്രകാരം വീഴാൻ അനുവദിക്കാരും. ഒരു പ്രദേശവും എത്ര ചെറുതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു സിദ്ധാന്തമായിരുന്നു. ഇത് അമേരിക്കൻ രേഖകളിൽ വളരെ വ്യക്തമാണ്. മനോരമയുടെ KM ചെറിയാൻ സ്വിറ്റ്സർലൻഡിൽ മോറൽ റിയാമൂവ്മെൻറ്റിൻ്റെ സമ്മേളനത്തിൽ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിലുള്ള പ്രധാനപ്പെട്ട വാചകം ഇതാണ്: ഇന്ന് കേരളമാണെങ്കിൽ നാളെ ഇന്ത്യയാണ്, പിന്നെ ഏഷ്യയാണ്. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസത്തെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് സ്വിറ്റ്സർലൻഡിൽ പോയി മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തായി? അതുകൊണ്ട് അമേരിക്കൻ രേഖകളിലെല്ലാം വളരെ കൃത്യമായിട്ട് ഇത് കാണാം. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്, അതിനെക്കുറിച്ച് വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കണം, എങ്ങനെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമെല്ലാം കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടായി കേരളത്തിൽ ഇങ്ങനെ ഒരു പേടി വന്നത് കേരളത്തെക്കുറിച്ച്? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. വിപ്ലവമൊന്നുമില്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തത്? ഒന്ന്, ഭൂപരിഷ്കരണം. ചെറിയ ഭൂപരിഷ്കരണമല്ല, അവിടുത്തെ ജന്മിത്വം ഇല്ലാതാക്കുന്നു. ജന്മിമാരെ, ലാൻഡ് ലോഡ്സ്, അവരെ ഒരു നിയമം മൂലം ഇല്ലാതാക്കുക. കൃഷിഭൂമി കൃഷിക്കാർക്കങ്ങ് നൽകുക. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പട്ടയരേഖ കൊടുക്കലൊക്കെയാണ്. രേഖ കൊടുക്കലൊന്നുമല്ല, ഇന്ന ആൾ ടെനൻ്റാണ്, കുടിയാനാണ് എന്നുള്ള രേഖ ഉണ്ടാക്കി കൊടുക്കുക. ബംഗാളിൽ പോലും അത്രേ പോയിട്ടുള്ളൂ. എന്നാൽ 57 കേരളത്തിൽ അവതരിപ്പിച്ച ബില്ല് കുടിയായ്മ ഇല്ലാതാക്കല, ജന്മിമാരുടെ സ്വത്ത് പിടിച്ചെടുത്ത് ടെനൻസിന് കൊടുക്കലാണ്, കുടിയാന്മാർക്ക് കൊടുക്കലാണ്. കർഷക തൊഴിലാളിക്ക് മിച്ചഭൂമി എടുത്ത് കൊടുക്കലാണ്. ഇത് വിജയപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എന്ത്? വ്യവസായത്തെക്കുറിച്ച് വലിയ തർക്കം നയത്തിലുണ്ടാവണമെന്നില്ല. കാരണം ഇന്ത്യ സർക്കാരും പൊതുമേഖലയെ അക്കാലത്ത് സമ്മതിച്ചിരുന്നു. അതോടൊപ്പം ബിർള തുടങ്ങിയിട്ടുള്ളവരുടെ വ്യവസായങ്ങളും വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടിച്ചേർത്തു. അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല. പോലീസിൻ്റെ പണി അക്രമത്തെ തടയലാണ്. അങ്ങനെ അക്രമവും നിയമവിരുദ്ധമായ കാര്യങ്ങളില്ലെങ്കിൽ തൊഴിൽക്കാർക്കം തീർക്കേണ്ടത് തൊഴിൽ വകുപ്പാണ്. ഇത് വിപ്ലവകരമായിട്ടുള്ളൊരു സമീപനമാണ്. ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ജനങ്ങളുടെ, കൂലിവേലക്കാരുടെ വരുമാനം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കൃഷിയും വ്യവസായവും, വിദ്യാഭ്യാസം, ആരോഗ്യം, തിരുവിതാംകൂറും കൊച്ചിയിലുമൊക്കെ പണ്ടേ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യമൊക്കെ ഉണ്ട്. അവിടുത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രാജാക്കന്മാരുടെ മേലൊക്കെ വലിയ സമ്മർദ്ദവും ചെലുത്തി. സ്കൂളുകളും ആശുപത്രികളും ഒക്കെ വന്നു. പക്ഷെ മലബാർ പിന്നിലായിരുന്നു. അതാണ് തിരുക്കൊച്ചിയും മലബാറും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. തിരുക്കൊച്ചി പ്രദേശത്തെ മാർത്താണ്ഡവർമ്മ അധികാരം പിടിച്ചെടുത്തപ്പോൾ അന്നത്തെ മാടമ്പിമാരൊക്കെ രാജാവിനെതിരായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ ശരിപ്പെടുത്തി, അവരെ മുഴുവൻ കൊന്നൊടുക്കി. അതോടുകൂടി ഈ വലിയ ഭൂപ്രഭുക്കന്മാർ പോയി. അപ്പോൾ പുതിയ ഭൂപ്രഭുക്കന്മാരെ വേണം. അതിനുവേണ്ടി ഈ കൃഷിഭൂമിയൊക്കെ കൃഷി ചെയ്ത പ്രമാണിമാർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ സമ്പന്ന കൃഷിക്കാരുടെ വിഭാഗം വന്നു. മലബാറിൽ അങ്ങനെയല്ല. മലബാറിൽ
ഇത്തരത്തിൽ മാർത്താണ്ഡവർമ്മ ചെയ്ത പോലൊരു പണി ചെയ്യാൻ വന്നത് ടിപ്പുവാണ്. ടിപ്പു വന്നപ്പോൾ ജന്മിമാരെയൊക്കെ അവിടെ നിന്ന് ഓടി പലായനം ചെയ്ത്. എന്നാൽ ടിപ്പു വീണ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ തിരിച്ചു വന്നു ബ്രിട്ടീഷുകാർക്കൊപ്പം. ബ്രിട്ടീഷുകാർ അവരെ ആകെ പുനഃസ്ഥാപിച്ചു. ഈ ജന്മിമാർ പാട്ടം മുഖേന കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പിടിച്ചെടുക്കുന്നത് കൊണ്ട് അവർ വളരെ വരുമാനം, ഒരു സമ്പന്ന വിഭാഗം അവരിൽ നിന്ന് വളരെ കുറച്ചേ വന്നിരുന്നുള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ദുർബലമായിരുന്നു തിരുക്കൊച്ചിയെ അപേക്ഷിച്ച്. അതുകൊണ്ട് തിരുക്കൊച്ചിയിൽ വളരെ ശക്തമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് സ്കൂളും കോളേജും വന്നു. ഈ മാറ്റം മലബാറിൽ തുടക്കം കുറിച്ചത് 57 സർക്കാരാണ്. നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ പരിണമിപ്പിച്ചു. നമ്മുടെ സാംസ്കാരിക രംഗം, നമ്മുടെ സാംസ്കാരിക രംഗത്തിൽ പുതിയ അക്കാഡമികൾ ആരംഭിക്കുന്ന അവിടെയാണ്. മലയാളം ഭരണഭാഷയാക്കാനുള്ള തീരുമാനമായിരുന്നു. അധികാര വികേന്ദ്രീകരണം സംബന്ധിച്ചുള്ള സങ്കല്പം ഇന്നത്തെ 73-74 ഭരണഘടനാ ഭേദഗതിക്ക് അപ്പുറമാണെന്ന്. ജില്ലാ ഭരണകൂടങ്ങൾ, കളക്ടറടക്കം എല്ലാവരും ജില്ലാ സർക്കാരിന് കീഴിലായിരിക്കും. സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ, ജില്ലയിൽ ജില്ലാ സർക്കാർ, അധികാരമുള്ള പഞ്ചായത്തുകൾ. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വ്യത്യസ്ത സമീപനങ്ങൾ, അവയൊക്കെ ഈ വ്യവസ്ഥക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്നവയാണ്. അവ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാധീനം ഇന്ത്യ മുഴുവനും ഉണ്ടാവും. ആ സ്വാധീനം വ്യാപിക്കുന്നത് തടയണം. അതിനു വേണ്ടിയാണ് അട്ടിമറി. ആ അട്ടിമറി സംഘടിപ്പിച്ചത് എങ്ങനെയാണ്? മറ്റ് രാജ്യങ്ങളിലൊക്കെ അമേരിക്ക നേരിട്ടിടപെടുകയായിരുന്നു. കേരളത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടായില്ല. കാരണം കേരളത്തിൽ ഈ 57 മുമ്പ് തന്നെ 1940 മുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് പള്ളിയാണ് അതിന് നേതൃത്വം നൽകിയത്. ഞാൻ ഈ സാഹിത്യം മുഴുവനും ശേഖരിച്ചിട്ടുണ്ട്. അക്കാലം മുതൽ ഇറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹിത്യം, എന്തൊക്കെയാണ് ആക്ഷേപങ്ങൾ, എന്തൊക്കെയാണ് ആശങ്ക കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആലുവ സെമിനാരിയിൽ വലിയൊരു ശേഖരമുണ്ട് ഇതിൻ്റെ. കാരണം ആലുവയായിരുന്നു വലിയ പ്രസാധക കേന്ദ്രം ഇങ്ങനെയുള്ള സാഹിത്യങ്ങളുടെ. അപ്പോൾ വളരെ സുശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം കേരളത്തിൽ പണ്ടേ ഉണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹിത്യമുണ്ട്. പിന്നെ കേരളത്തിലെ പത്രങ്ങളെല്ലാം അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇതൊക്കെ വന്നുകൊണ്ട് അമേരിക്ക നേരിട്ട് ഇറങ്ങി ഇനി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമൊന്നും പഠിപ്പിക്കേണ്ട, ഇവിടെയുള്ളവർക്കറിയാം. അവിടെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ നേരിട്ടുള്ള ഇടപെടലില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് മുതൽ, അത് ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു കഥയിൽ വിവരിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇവിടെ നമ്മുടെ ഭരണത്തിലേറിയ മുതൽ അരിക്ഷാവസ്ഥ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ചെറുകഥ ആരംഭിക്കുന്നത്. അതുപോലെയാണ്. അപ്പം അന്ന് മുതൽ നമ്മുടെ ഭരണത്തിലേറിയ മുതൽ ഇത് വളരെ ശക്തമായിരുന്നു. ഓരോ കാര്യത്തിലും എതിർക്കാം. പല രീതിയിലുള്ള സമരങ്ങൾ, എതിർപ്പുകൾ, വിദ്യാഭ്യാസ ബില്ലിനെതിരായിട്ട്, കാർഷിക നിയമത്തിനെതിരായിട്ട്, ഭക്ഷ്യ പ്രശ്നത്തിൻ്റെ പേരിൽ, ട്രാൻസ്പോർട്ട് ചാർജ് വർധനയ്ക്കെതിരായിട്ട് എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമോ അവിടെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ ആ എതിർപ്പുകളെല്ലാം കാറ്റ് പിടിച്ചില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ചിലരുടെ ധാരണ വെച്ച് കഴിഞ്ഞാൽ വിമോചന സമരം എന്ന് പറയുന്നത് നമ്മൾ അധികാരത്തിലേറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിരുദ്ധന്മാരെല്ലാവരും ഓരോരോ പ്രശ്നത്തിൻ്റെ പേരിൽ സമരം ഉണ്ടാക്കി, സമരങ്ങളൊക്കെ ഇങ്ങനെ ശക്തി പ്രാപിച്ച് അവസാനം വിമോചന സമരത്തിൽ എത്തിച്ചേർന്നു എന്നാണ്. അല്ല, ഈ സമരങ്ങളൊക്കെ തന്നെ തടുക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞു. പലതും പരാജയപ്പെട്ടു. അവസാനം അറ്റ കൈക്ക് കാല് മാറ്റാൻ നോക്കി. 2ന്റെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. കാലുമാറ്റം നടന്നില്ല. അപ്പോഴാണ് ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. റോസമ്മ പൊന്നൂസ് വീണ്ടും മത്സരിക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ സർക്കാർ ആടിത്തുടങ്ങും.
തോൽപ്പിക്കാൻ വേണ്ടി സർവശക്തി ഉപയോഗിച്ച്, അന്ന് മലയാളികൾക്ക് കൂടുതൽ തമിഴ് വംശജരുള്ള പ്രദേശമാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരെല്ലാം വന്ന് ഇവിടെ തമ്പടിച്ചു. ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ഇവിടെ EMS തീരുമാനിച്ചു മന്ത്രിമാർ പോയിട്ട് പ്രചരണം നടത്തത്തില്ല. അതാണ് സാഹചര്യം. ആ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ റോസപ്പന പൊന്നൂസ് ആദ്യം കിട്ടിയതിനേക്കാൾ 57 കിട്ടിയതിനേക്കാൾ വലിയ വോട്ടിനങ്ങ് ജയിച്ചു. അത് കാണിക്കണം എന്താ? കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് 57 മുതൽ തുടങ്ങിയ സമരങ്ങളൊന്നും ക്ലച്ച് പിടിച്ചില്ല. ജനങ്ങളുടെ രാഷ്ട്രീയ ബലാബലം കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറുകയാണ്. ഇതാണ് സ്ഥിതിവിശേഷം. അവിടെയാണ് 1959 ആദ്യം ഒരു 3 മാസം ഒരു കൊടുങ്കാറ്റ് പോലെ പ്രചണ്ഡമായിട്ടുള്ള ഒരു സമരം അങ്ങ് പൊട്ടിപ്പുറപ്പെടുന്നു. ഒരു അട്ടിമറിയാണെന്ന്. അതുകൊണ്ട് ക്രമാനുഗതമായിട്ട് സമരങ്ങൾ ശക്തി പ്രാപിച്ച് വിമോചന സമരം എന്ന കൊടുങ്കാറ്റായിട്ട് മാറുകയല്ല, ഒരു അട്ടിമറിയായിരുന്നു അത്. ആ അട്ടിമറി എങ്ങനെയാണ്? ഒന്ന്, അതിവിശാലമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ടാക്കിയെടുത്തു. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ട് അണിനിരക്കാതിരുന്ന NSSനെ കൂട്ടുപിടിച്ച് ഒപ്പം SNDP അടക്കമുള്ള എല്ലാ സമുദായ സംഘടനകളും അതിൻ്റെ ഉള്ളിൽ, ഈ മുന്നണിക്കുള്ളിൽ വരികയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം എവിടം വരെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികളെയും 1957 തെരഞ്ഞെടുപ്പ് മത്സരിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് സർക്കാരുണ്ടാക്കുമെന്നല്ല പറഞ്ഞത്, കേരളത്തിലെ മറ്റ് ഇടതുപക്ഷക്കാരെയും ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന. ദൗർഭാഗ്യവശാൽ അവർ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായില്ല, ഒരു സീറ്റും കിട്ടിയില്ല, അതുകൊണ്ട് അതിന് പോകേണ്ടി വന്നില്ല. പക്ഷെ അവരെ അടക്കം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിൽ അണിനിരത്തി. അപ്പോൾ ജാതി മത ശക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് വന്നു. അവരെയൊക്കെ കോർത്തിണക്കാൻ കഴിഞ്ഞു. 2, പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ. അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചത് പത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ ജനകീയം, ദേശാഭിമാനി ഒഴികെ പിന്നെ ഒരു പരിധി വരെ ഒരു അത്ര വാശിയില്ലാത്തൊരു നിലപാടാണ് കേരള കൗമുദി സ്വീകരിച്ചത്. ബാക്കി മുഴുവൻ പത്രങ്ങളും അപ്പുറത്താണ്. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് അമേരിക്കൻ പണം ചെലവാക്കി കേരളധ്വനി എന്ന് പറഞ്ഞൊരു പുതിയ പത്രവും കോട്ടയത്തു നിന്ന് ആരംഭിച്ചു. അവരുടെ പ്രചാരണം, വലിയ വലിയ മഹായോഗങ്ങൾ, കലാരൂപങ്ങൾ, CJ തോമസിനെയൊക്കെ പോലുള്ള ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സാഹിത്യകാരന്മാരടക്കം അണിചേരുകയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹിത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം പള്ളിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. 3, സമരങ്ങൾ. ആ സമരങ്ങളിൽ മതാടിസ്ഥാനത്തിൽ പള്ളികളിലും മറ്റും ആളുകളെ കൂട്ടുക, അവിടെ നിന്ന് സമരത്തിലേക്ക് പോകുക, ഒരു ജിഹാദ് പോലെ. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന തീവ്രത വളരെ വലുതാണ്. കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം അണിനിരത്തുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും അണിനിരന്നിട്ടുള്ള വിമോചന സമരത്തിലാകാം. അതിനെ നിശ്ചയമായിട്ടും സർക്കാരിന് തടയേണ്ടി വരും. തടയുമ്പോൾ ബലപ്രയോഗമുണ്ട്. ബലപ്രയോഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അങ്കമാലിയിലെ വെടിവെപ്പടക്കം, അങ്കമാലിയല്ല കൂടുതൽ തിരുവനന്തപുരത്തെ വെടിവെപ്പ് എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത് എന്ന് വടക്കനച്ചൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ വെടിവെപ്പുകളെയും പോലീസ് നടപടികളെയും ആസ്പദമാക്കി സമരങ്ങളെ ശക്തിപ്പെടുത്താം. അത്തരത്തിൽ സമരങ്ങൾ കൊടുമ്പിരിക്കൊള്ളാം. പിന്നീടോ
ഒരു പുതിയ ക്രിസ്റ്റഫർ സേന, വോളണ്ടിയർ സേന ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള വൈറ്റ് ടെറർ, വലിയ അക്രമങ്ങളാണ്. ഷാപ്പുകളും തൊഴിലാളി യൂണിയനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പമാണ്. പാർട്ടി ഓഫീസുകൾക്കെതിരായിട്ടും ഒറ്റപ്പെട്ട പാർട്ടി സഹാക്കൾക്കെതിരായിട്ടും എല്ലാം നാട് മുഴുവൻ അതിക്രമങ്ങൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ ഭരണം സ്തംഭിപ്പിക്കാൻ നോക്കാം. അവിടെ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടിച്ച് ഡിസ്മിസ് ചെയ്യാം. ഇതാണ് സമരത്തിൻ്റെ രൂപമെന്ന് പറയുന്നത്. ഇതിലെ പ്രചരണ രീതി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഗോട്ടിമാലയിൽ എല്ലാം നടന്നതാണ്. ഈ ഡിസ്മിസൽ ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷ് ഗായന നടന്നതാണ്. ആ ബ്രിട്ടീഷ് ക്രൗൺ രാജ്ഞി അത് അന്ന് ബ്രിട്ടൻ്റെ കീഴിലാണ് ബ്രിട്ടീഷ് ഗായന. ചെടി ജഗൻ എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷക്കാരന്, അത് കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന്, അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ഡിസ്മിസ് ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുക്കൊച്ചി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ലഘുലേഖ ഉണ്ണിരാജ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ തലവാചകം, ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ബ്രിട്ടീഷ് ഗായനെ പോലെ ഞങ്ങളെ ഭരിക്കാൻ അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടാവും. പക്ഷെ ബ്രിട്ടീഷ് ഗായന അന്നു മുതൽ ഇവിടെ ചർച്ചയുണ്ട്. അതിനുശേഷമാണ് ഗോട്ടിമാലയിൽ അർബൻ സർക്കാരിനെതിരായിട്ട് പള്ളിയെല്ലാം നേതൃത്വം നൽകി വലിയൊരു സമരവും പ്രക്ഷോഭവും വന്ന് അവസാനം അവിടെ സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ടു പോകുന്നു. ദീപിക പത്രത്തിൽ 2-3 ലക്കമായിട്ട് ഗോട്ടിമാലയാണ് കേരളത്തിന് മാതൃക, അവിടത്തെ പോലെ സമരമാണ് കേരളത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് ലേഖന പരമ്പര വരികയുണ്ടായി. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. അമേരിക്ക എന്താ ചെയ്തത്? ഒന്ന്, തെളിവുകൾ ഇപ്പോഴും വിട്ടിട്ടില്ല അവർ. ഞാൻ തന്നെ ഐസനോവർ മ്യൂസിയം ഉണ്ട് കാൻസസ് സിറ്റിയിൽ, അവിടെ പോയി. ഐസനോവറാണല്ലോ ഇന്നത്തെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിലുള്ള രേഖകളൊക്കെ വായിക്കാൻ പറ്റുമല്ലോ, പ്രസിഡന്റിന് കിട്ടും, അതൊക്കെ അവിടെ ഉള്ളതാണ്. അവിടെ ചെന്നപ്പോഴോ സമരം കഴിഞ്ഞുള്ള ഡീബ്രീഫിംഗ് ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഈ സമരം കഴിഞ്ഞ് എന്തൊക്കെ ഇനി അവസാന വാക്ക് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഇവിടെയൊക്കെ വേറെ പലരുമൊക്കെ സിഇഒക്കെ ഉണ്ടാവും, അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ്. അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് 2-3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴും അത് തരാൻ പറ്റത്തില്ലെന്ന് അറിയിച്ചു. ഇങ്ങനെയാണ്. ഇപ്പോഴാണ് കുറച്ചധികം രേഖകൾ സിഐഎ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അമേരിക്കൻ പ്രസിഡന്റ് വരെ കേരളത്തിൽ നടക്കുന്നതിനെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പ്രസിഡന്റ് തന്നെ കേരളത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എഴുതിയ കുറിപ്പുകൾ അതൊക്കെ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗോട്ടിമാലയിലൊക്കെ ചെയ്ത പോലെ സാഹിത്യമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, പത്രങ്ങളൊന്നും സ്ഥാപിക്കാൻ പോകണ്ട, റേഡിയോ സ്റ്റേഷൻ ഉണ്ടാക്കണ്ട, അതൊക്കെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ തന്നെ ചെയ്യുന്നുണ്ട്. പണം എത്തിച്ചു കൊടുക്കുക. എങ്ങനെ പണം എത്തിച്ചു കൊടുക്കണേ? എൽസ്വർ ബങ്കർ എന്ന് പറയുന്ന അംബാസിഡർ, അന്ന് അമേരിക്കൻ അംബാസിഡറാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിൽ ഇങ്ങനെ പണം നൽകി അട്ടിമറിക്കാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അംബാസിഡറാണ് മൊയ്ൻഹിയാൻ. അദ്ദേഹത്തിന് നേരിട്ട് തൊട്ട് ബന്ധമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു 2 തവണ ഞങ്ങൾ പണം ഇന്ത്യയിൽ ഇറക്കി കളിച്ചിട്ടുള്ളൂ. ഒന്ന് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ, 2 ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ. വിശദാംശങ്ങൾ ആർക്ക് എന്ത് കൊടുത്തു എന്നൊന്നും ലഭ്യമല്ല. പക്ഷേ കേരളത്തിൽ അമേരിക്കൻ പണം അട്ടിമറിക്ക് വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളത് കൃത്യം. മൂന്നാമത്തെ ഒരു കാര്യം ചെയ്തതെന്ന് അറിയാമോ? CIA നേരിട്ടും വന്നു കാണും,
ഇന്ത്യൻ ഇൻ്റലിജൻസ് വഴിയാണ്. അത് ഇന്നത്തെ ഇൻ്റലിജൻസ് ഡയറക്ടറുടെ ആത്മകഥാക്കുറിപ്പുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അന്യോന്യവും ചർച്ച ചെയ്തും കാര്യങ്ങളും അവർ വഴിയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റുവിനെ നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ചേരിചേരാ നയത്തിൻ്റെ വക്താവായിരുന്നു. അപ്പം അതുകൊണ്ട് അമേരിക്ക പോലുള്ളൊരു രാജ്യം ഇന്ത്യയിലെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നെഹ്റു സമ്മതമല്ല. വളരെ കർശനമായി അതിനെ നെഹ്റു തടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അമേരിക്ക CIA ഇടപെട്ടത് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അവരാണ് ഡിസ്മിസലിനുള്ള കളമൊരുക്കിയെടുത്തത്. അവരാണ് അതിനുള്ള രേഖകളും മറ്റും ഇന്ത്യൻ പ്രസിഡന്റിനും മറ്റും നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെല്ലാം എടുത്തത്. അത്തരത്തിൽ ഇവരെല്ലാം ചേർന്ന് നമ്മുടെ ഭരണത്തെ അട്ടിമറിച്ചതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്ത് ചെയ്യാൻ, നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവയെല്ലാം പാതി വഴി നിന്നുപോയി. അത് വലിയ നഷ്ടം നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭൂപരിഷ്കരണം. നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്? കർഷക തൊഴിലാളിക്ക് ഭൂമി കിട്ടിയില്ലെന്നുള്ളതാണ്. പട്ടികജാതിക്കാർക്ക് ഭൂമി കിട്ടിയില്ലെന്നുള്ളതാണ്. എന്ത് പറ്റി ഭൂമിക്ക്? മിച്ച ഭൂമി എടുത്തല്ലേ കൊടുക്കേണ്ടത്. 57 നിയമം വന്ന് പാസ്സാവണ 70-ലാണ്, 69-ലെ സർക്കാർ. അവിടെ എത്തുമ്പോഴേക്കും ഒരു ദശാബ്ദത്തിനുള്ളിൽ ഈ മിച്ചഭൂമിയൊക്കെ തിരിമറി ചെയ്യപ്പെട്ടു പോയിരുന്നു. പിന്നീട് ബാക്കിയുണ്ടായ മിച്ചഭൂമിയും UDF കാലത്ത് കൊണ്ടുവന്ന ഇഷ്ടദാനത്തിലൂടെ അതും പോയി. എത്ര വലിയ നഷ്ടമുണ്ടാക്കിയത്. അധികാര വികേന്ദ്രീകരണം അന്ന് നടപ്പായില്ല, പിന്നെ ഇന്ന് നടപ്പായി. 40 വർഷം കഴിഞ്ഞു ജനകീയ ആസൂത്രണത്തിലൂടെ. ഇതുപോലെ അപരിഹാര്യമായ നഷ്ടമാണ്. വലിയൊരു അജണ്ട കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിൻ്റെ നാളത്തെ ദിശ ആ സർക്കാർ നിർണയിച്ചു. അത് നടപ്പാക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള നിരന്തരമായ തടസ്സങ്ങൾ പിന്നീട് വരികയാണ്. 67 സർക്കാർ 2 വർഷമുള്ളൂ, 80 സർക്കാർ 2 വർഷമുള്ളൂ, പിന്നെ 87 സർക്കാരാണ് ആദ്യമായിട്ട് ടേം പൂർത്തിയാക്കുന്നത്. പക്ഷെ തുടർഭരണമില്ല. 96 സർക്കാർ തുടർഭരണമില്ല, 2006 സർക്കാർ തുടർഭരണമില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിക്കും, ചെയ്തു തുടങ്ങും, 5 വർഷം പോരാ പൂർത്തീകരിക്കാൻ, പാതി വഴിക്ക് നിന്നു പോവും. അട്ടിമറിക്കപ്പെടില്ല ചെയ്ത കാര്യങ്ങളൊക്കെ, പക്ഷേ തുടർച്ചയില്ലാതെ പോകുന്നു. സാക്ഷരതാ പ്രസ്ഥാനത്തിന് തുടർച്ചയുണ്ടായിരുന്നെങ്കിൽ, ജനകീയ ആസൂത്രണത്തിന് തുടർച്ചയുണ്ടായിരുന്നെങ്കിൽ, നമ്മളെപ്പോഴും ആലോചിക്കുന്ന കാര്യമില്ലേ. ഇപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അങ്ങനെ തുടർഭരണം വന്നുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ പലതും കിഫ്ബിയുടെ പ്രൊജക്റ്റുകളാവും, കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള അജണ്ടയാവും, കേരളത്തിലെ സമ്പൂർണ്ണമായിട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പരിപാടിയാവട്ടെ, ഇതൊക്കെ നടപ്പാക്കുന്നതിന് ഒരു പുതിയ അവസരം വന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ അജണ്ട ശക്തമായിട്ട് ഒരു ബദലായിട്ട് ഉയർത്തിയെടുക്കുന്നതിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ അവസരം കിട്ടിയത് എങ്ങനെയാണ്? വിമോചന സമരകാലത്ത് സൃഷ്ടിക്കപ്പെട്ട തടസ്സങ്ങൾ ദുർബലമാവുകയാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ പള്ളി ഒരു പക്ഷേ പാർട്ടിക്കെതിരായിട്ട് പരസ്യ നിലപാടെടുക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. പല സ്ഥലത്തും പരസ്യ എതിർപ്പില്ലെങ്കിൽ മാത്രമല്ല, നല്ല കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. സാമുദായിക സംഘടനകളിൽ NSS മാത്രമാണ് പരസ്യമായിട്ട് എതിർത്ത് വന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. സാധാരണഗതിയിൽ മതന്യൂനപക്ഷങ്ങളിൽ നമുക്ക് 25% വോട്ട കിട്ടുന്നത്.
ഈ സാമ്പിൾ സ്റ്റഡീസ് പ്രകാരം, ഒപ്പീനിയൻ സർവേ പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 30-31% വോട്ട് കിട്ടിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടേത്. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി അത് ദുർബലപ്പെടുന്നു. 2, നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉള്ള അകൽച്ച പോകുന്നു. എല്ലാ കാലത്തും ഉണ്ടായിരുന്നതല്ല മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള അകൽച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. തിരുക്കൊച്ചിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സമുദായത്തിൽ നിന്നും പോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടായിരുന്നു. ആദ്യത്തെ തിരുവിതാംകൂർ പാർട്ടി സെക്രട്ടറി KV പത്രോസ, രണ്ടാമത്തെ സെക്രട്ടറി KC ജോർജ, TV തോമസ്, പൊന്നൂസ്, ഇങ്ങനെ എത്ര പേര്. അതുകൊണ്ട് എല്ലാ സമുദായത്തിലെന്ന പോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും വന്നിരുന്നതാണ്. എന്നാൽ പിന്നീട് അത് വിമോചന സമരം കഴിഞ്ഞ് പിന്നെ SFIയുടെ മുന്നേറ്റം ഉണ്ടാവണ ഒരു പുതിയ തലമുറ ആ സമുദായത്തിൽ നിന്ന് വന്നു. ഇപ്പം മാറിയിരിക്കുന്നു. അപ്പം നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു തടസ്സം ദുർബലപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ. 2, അന്നത്തെ വിമോചന സമരവും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളും എല്ലാം ഇടത്തരക്കാരെ കുറിച്ച് അകറ്റി. പ്രത്യേകിച്ച് പുതിയ ഇടത്തരക്കാർ, അത് ഗൾഫ് വരുമാനം, വാണിജ്യ കൃഷി എന്നുള്ള വരുമാനം, വിദ്യാഭ്യാസമ്പന്നർക്ക് നല്ല ജോലി കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് അങ്ങനെയുള്ള ഇടത്തരക്കാർ നമ്മളിൽ നിന്ന് അകന്നു നിന്നിരുന്ന് അവരിൽ നല്ലൊരു വിഭാഗം നമ്മോടൊപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതല്ല, പക്ഷേ മതന്യൂനപക്ഷങ്ങൾ, ഇടത്തരക്കാർ, ഇവരിൽ നിന്നുള്ള എതിർപ്പ് ഗണ്യമായിട്ട് കുറഞ്ഞു. അവിടെ ഇടങ്ങളിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തുടർ ഭരണത്തിന് വരുന്നതിന് സഹായിച്ചത്. നമ്മുടെ സർക്കാരിന് നല്ല പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മാൻഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ വിമോചന സമരത്തിൻ്റെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഓർമ്മയിൽ വെക്കേണ്ടുന്ന ഒന്ന്. അതിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് കേരള സമൂഹം വിമുക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധ്യത, ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള സാധ്യത ഉയർന്നു വന്നിരിക്കുന്നു.